ഓർക്കിഡ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഇൻസെക്റ്റുകളുടെ ആക്രമണം കൊണ്ട് നമുക്ക് ഓർക്കിഡ്സിലുണ്ടാകുന്ന രോഗങ്ങളും അതിന് പരിഹാരമാണ് നമ്മൾ ഈ സീരീസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ വീഡിയോസാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോംലി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഇൻസെക്ടിസൈഡ് ഉണ്ടാക്കാൻ പറ്റും, അത് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 ഐറ്റമാണ് എടുക്കുന്നത്. വെളുത്തുള്ളിയും അതുപോലെ വേപ്പെണ്ണയും സോപ്പും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിന് വേണ്ടത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ എന്ന് പറയുമ്പോൾ അറിയാലോ, അത് ഒരു ഇൻസെക്ടിസൈഡ് തന്നെയാണ്. അതുപോലെ ഒരു അണുനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നീമോയിൽ നമ്മൾ പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഈ കീടങ്ങളൊക്കെ വന്നിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഈ ഫുഡ് എടുക്കാനുള്ള കപ്പാസിറ്റി കുറയ്ക്കും ഈ നീമോയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ്. അതുപോലെ തന്നെ ഈ കീടങ്ങളുടെയൊക്കെ ഹോർമോൺ സിസ്റ്റം ബ്ലോക്ക് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ വളർച്ച മുരടിപ്പിക്കാനും ഈ മുട്ടയിടാനുള്ള കഴിവ് നഷ്ടപ്പെടുത്താനും ഒക്കെ ഉള്ള കഴിവുള്ള ഒരു സംഭവമാണ് വേപ്പെണ്ണ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഇൻസെക്ടിസൈഡായിട്ട് എപ്പോഴും നീം ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നീം ഓയിൽ ഇപ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പുവും കൂടി ചേർത്തിട്ട് സ്പ്രേ ചെയ്യുന്നത്. അപ്പം സോപ്പ്, ബാർ സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, അതെന്തെങ്കിലും നമുക്ക് ഒരു തുള്ളി മാത്രം, ഒരു 1 ml എന്നുള്ള കണക്കിലെ ഷാമ്പുവോ മറ്റോ ആണെങ്കിൽ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ സോപ്പ് നമ്മൾ ലയിപ്പിക്കുവാണെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണ എത്ര ഒന്ന് കലങ്ങണം, അതിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സോപ്പ് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ലീഫുകൾ ക്ലീൻ ആവും ഒന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൊമാറ്റോ ഒക്കെ ഈ പൊടിയൊക്കെ കയറിയിട്ട് ബ്ലോക്ക് ആയിരിക്കുമായിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ആക്കാനും നമുക്ക് ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സോപ്പ് ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ക്ലീനായിട്ട് അതിന് കൂടുതൽ വളങ്ങളും ജലവും ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂട്ടും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പ് ലായനിയും കൂടി ഇതിലൂടെ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത വെളുത്തുള്ളി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാം. ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, കാൽഷ്യം, ഇരുമ്പ് അതിൻ്റെയൊക്കെ ഭയങ്കര കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വെളുത്തുള്ളിയിൽ. അതുകൊണ്ട് തന്നെ വളർച്ച കൂട്ടുകയും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ ഫ്ലവർ ചെയ്യാനും ഒക്കെ ഗാർലിക്ക് വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസെക്ടിസൈഡായിട്ട് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസെക്ടിസൈഡായിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, ഇൻസെക്റ്റിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താനുള്ള കഴിവ് ഗാർലിക്കിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർലിക്ക് യൂസ് ചെയ്തിട്ട് ഇൻസെക്ടിസൈഡ് ഉണ്ടാക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർലിക്കിനെ പറ്റി. അപ്പം ഇത് ഇത്രയും കൂടെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എങ്ങനെ ഈ വളം ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നീം ഓയിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഈ 1 ലിറ്റർ വെള്ളം നമ്മൾ അളന്ന് വെച്ചിട്ട് ഈ സോപ്പും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങ് ഒഴിക്കാം. അന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോപ്പിന് ആ ഒരു പതയ്ക്ക് വേണ്ടി മാത്രം മതി. ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലായനിക്ക് നല്ല സ്മെല്ലാണ്, വെളുത്തുള്ളിയുടെയും ആ സോപ്പിൻ്റെയും ആ നീം ഓയിലിൻ്റെയും ഒക്കെ സ്മെല്ല് ആയിട്ട് നല്ലൊരു മണമാണ്. അപ്പം ഈ ഒരു സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെയും ഈ ജീവികളൊന്നും നമുക്ക് ഗാർഡനിലോട്ടും അതുപോലെ പച്ചക്കറി നടുന്നിടത്തായാലും പച്ചക്കറിക്കൊക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്രോത്തിനും അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡായിട്ടും ഒരുപോലെ ആക്ട് ചെയ്യുന്നൊരു സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത് രാവിലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് നമുക്ക് നല്ല ചൂടല്ലേ, അപ്പം ഈ ജൈവ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒരു 6 മാസം മഴയും 6 മാസം വെയിലും ഉള്ളപ്പോൾ ആ വെയിലുള്ള സമയത്ത് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള എല്ലാം ഉപയോഗിച്ച് നല്ലതായിരിക്കും.
അപ്പോൾ ഭയങ്കര പെസ്റ്റിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ ശരിക്കും കെമിക്കൽ തന്നെ യൂസ് ചെയ്യണം. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 സീരീസിലായിട്ട് കെമിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ഒരുപാട് വീഡിയോസിലൊക്കെ കെമിക്കൽ ഇൻസെക്ടിസൈഡുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതുപോലെ ചെറിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫെർട്ടിലൈസറായിട്ട് വളർച്ചയ്ക്കും നല്ലതാണ്. അതുപോലെ പുതിയതായിട്ട് കീടങ്ങളൊന്നും നമ്മളെ ഗാർഡനിലോട്ട് വരാതിരിക്കാനും നല്ലതാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടാണ് സംഭവം. പണ്ട് മുതലേ ആൾക്കാരൊക്കെ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് നമ്മൾ ഓർക്കിഡിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രെയർ ബോട്ടിലോട്ടൊന്ന് ഒഴിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനേ. ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഓർക്കിഡിൽ ആക്രമിക്കുന്ന ഈ ചിത്രശലഭമായാലും മറ്റ് പുഴുക്കൾ, സ്ലഗുകളുടെയൊക്കെ ആക്രമണത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നിമാവിരകൾ, മണ്ണിലുള്ള നിമാവിരകൾക്കും ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇപ്പോൾ ഓർക്കിഡിൻ്റെ പൂവിലൊക്കെ ജസ്റ്റ് വീണെന്നും പറഞ്ഞ് വലിയ പ്രശ്നമില്ല. എങ്കിലും ഒരുപാട് ഒഴിക്കണ്ട. ചെറിയ രീതിയിലൊക്കെ ഒന്ന് വീണെന്നും പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഓർഗാനിക് ആയതുകൊണ്ടും പിന്നെ പെസ്റ്റിസൈഡ് ആകുമ്പോൾ പെസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സിലാണല്ലോ വന്നിരിക്കുന്നത്. ബഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബഡിലൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിലൊന്ന് കൊടുക്കാതെ. ഇപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് ഈ മാസ്കും ഗ്ലൗസും ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. പ്ലാന്റിൻ്റെ ചുവട്ടിലുള്ളിലേക്കും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുകളിൽ ഒഴിച്ചതുപോലെ തന്നെ ലീഫിൻ്റെ അടിയിൽ മസ്റ്റായിട്ട് ഒഴിക്കണം. കാരണം ഈ മീലി ബഗ്സ് ഒക്കെ ആണെങ്കിൽ ലീഫിൻ്റെ അടിയിലായിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ലീഫിൻ്റെ അടിയിലൂടെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ലീഫിൻ്റെ അടിയിൽ വന്ന് പറ്റി പിടിച്ചിരിക്കുന്ന വെള്ള കളറിലെ പൂപ്പല് പോലെയുള്ള അതിനുമൊക്കെ ഈ വേപ്പെണ്ണ ഈ എമിൽഷൻ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിലും ഉപയോഗിച്ച് നോക്കുക. റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ടാണോ അതോ കെമിക്കലായിട്ടുള്ള ഇൻസെക്ടിസൈഡ് വളങ്ങളാണോ ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ് നമുക്ക് അടുത്ത ഫ്രൈഡേയിലായിരിക്കും വരുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ മറ്റ് കെയറിങ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കൊരു ചിലവുമില്ലാതെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ പ്ലസ് പെസ്റ്റിസൈഡാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.